പൈതൺ യൂസ് ചെയ്തുകൊണ്ട് ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് എന്താണ് നോഡ്? നോഡ് എന്ന് പറയുന്നത് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ആയിരിക്കും. അപ്പൊ അത് നമുക്കൊരു ബോക്സ് പോലെ അസ്യൂം ചെയ്യാം. നമുക്ക് നോഡിന് എന്ത് ചെയ്യാം? ഒരു ബോക്സ് പോലെ അസ്യൂം ചെയ്യാം. ഒരു ബോക്സ് പോലെ അസ്യൂം ചെയ്യാം. ഈ ബോക്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു സെക്ഷനെ നമ്മൾ ഡേറ്റ എന്നും പറയും, അടുത്ത സെക്ഷൻ നമ്മൾ ലിങ്ക് എന്നും പറയും. അപ്പൊ ഡേറ്റ സെക്ഷനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇൻഫർമേഷൻ അല്ലെങ്കിൽ വാല്യൂസ് സ്റ്റോർ ചെയ്യും, ഡേറ്റ. ലിങ്ക്ഡ് സെക്ഷനകത്ത് നമ്മളൊരു അടുത്ത നോഡിന്റെ നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് ആയിരിക്കും ലിങ്ക്ഡ് പാർട്ടിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇനി എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ്? അപ്പൊ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ്. തോനെ നോഡിന്റെ കളക്ഷൻ ആയിരിക്കും. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് പറയാൻ പോകുന്നതാണ് സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നോഡിന്റെ കളക്ഷൻ ആയിരിക്കും, പക്ഷേ അത് ഒറ്റ ഒരു ഡയറക്ഷനിൽ മാത്രമേ പോകത്തുള്ളൂ, ബൈ ഡയറക്ഷൻ അല്ല. ഓക്കെ. അപ്പൊ സിംഗ്ലി ലിങ്ക് ലിസ്റ്റിനകത്ത് നമ്മൾ വരാൻ നേരത്ത് ശ്രദ്ധിക്കാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എന്തുണ്ട്? ഒരു ഹെഡ് ഉണ്ട്. ഈ ഹെഡ് ആണ് ഈ ലിങ്ക് ലിസ്റ്റിന്റെ മെയിൻ എൻട്രി പോയിന്റ്. ഈ ഹെഡിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നോഡിന്റെ അഡ്രസ് ആയിരിക്കും എപ്പോഴും പ്ലേസ് ചെയ്യണം. ഫസ്റ്റ് നോഡിന്റെ അഡ്രസ്. ഇപ്പൊ സപ്പോസ് എന്റെ ഒരു നോഡ് ഉണ്ട്, ആ നോഡിന്റെ അകത്തിരിക്കുന്ന വില എയും ആ ഒരു നോഡിന്റെ അഡ്രസ് 101 വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹെഡിന്റെ അകത്ത് എന്ത് പോയിന്റ് ചെയ്യണം? ആദ്യത്തെ നോഡിന്റെ അഡ്രസ് 101 പാസ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഒരു ചെയിൻ ക്രിയേറ്റ് ആവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ നോഡിന്റെ അകത്ത് ഇതിന്റെ ലിങ്ക് പാർട്ട് ഉണ്ട്. ഈ ലിങ്ക് പാർട്ടിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത നോഡിന്റെ അഡ്രസ് പാസ് ചെയ്ത് കൊടുക്കണം. പിന്നെ അടുത്ത നോഡിന്റെ അഡ്രസ് എന്ന് പറയുമ്പോൾ 102 പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെയിൻ ക്രിയേറ്റ് ആവും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ലിങ്ക് പാർട്ടിന്റെ അകത്ത് ആഡ് ചെയ്ത് ഓരോ മെമ്മറി അഡ്രസ് ആഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വൺ ഡയറക്ഷൻ ചെയിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവസാന എൻഡ് അല്ലെങ്കിൽ ലാസ്റ്റ് നോഡിന്റെ ലിങ്ക് പാർട്ട് എപ്പോഴും നൺ ആയിരിക്കണം, അല്ലെങ്കിൽ നൾ ആയിരിക്കണം. അത് എവിടെയും റെഫർ ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഹെഡ് കാണും. ഹെഡ് ആണ് മെയിൻ എൻട്രി പോയിന്റ്. അത് എന്താണ് ഹോൾഡ് ചെയ്യണത്? ആദ്യത്തെ നോഡിന്റെ അഡ്രസ് ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ എന്താണ് ഇരിക്കുന്നത്? നോഡിന്റെ ഒരു കളക്ഷൻ ആയിരിക്കും പിന്നെ വരുന്നത്. ഓരോ നോഡിന്റെ ലിങ്ക് പാർട്ടിന്റെ അകത്ത് അടുത്ത ഏത് നോഡാണുള്ളത് ആ നോഡിന്റെ മെമ്മറി അഡ്രസ് ആയിരിക്കും ഉള്ളത്. ഏറ്റവും ലാസ്റ്റ് നോഡ് എന്തായിരിക്കണം? അതിന്റെ ലിങ്ക് പാർട്ട് എപ്പോഴും എം ടി ആയിരിക്കും, അല്ലെങ്കിൽ നൺ ആയിരിക്കണം. ഇത്രയും കാര്യമൊന്നും ഫോക്കസ് ചെയ്യാവുള്ളൂ. അടുത്തൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സി ലാംഗ്വേജിലും C++ ലാംഗ്വേജിന്റെ അകത്ത് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡാറ്റ സ്ട്രക്ചർ അച്ചീവ് ചെയ്യുന്നത് പോയിന്റർ യൂസ് ചെയ്താണ് അച്ചീവ് ചെയ്യുന്നത്. പക്ഷേ പൈതന്റെ അകത്ത് പോയിന്റർ ഇല്ല. പകരം നമ്മൾ എന്ത് ചെയ്യും? റെഫറൻസ് പകരമില്ല. പൈതന്റെ അകത്ത് ഓരോ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യില്ല. ആ വേരിയബിൾ ഒരു പോയിന്റർ പോലെയാണ് അത് വർക്ക് ആവുന്നത്, റെഫറൻസ് പോലെയാണ് ഇത് വർക്ക് ആവുന്നത്. പറഞ്ഞത് ക്ലിയർ ആയില്ലെന്ന് അറിയാം. ഇപ്പൊ ഒരു കാര്യം ഓർത്താൽ മതി, നമ്മളെ പൈതന്റെ അകത്ത് എന്തില്ല? പോയിന്റർ ഡയറക്റ്റ് ഇല്ല. നമുക്ക് സിയിലും C++ലൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റാർ ഇട്ടിട്ട് PTR, മെമ്മറി അഡ്രസ്സിന് വേണ്ടി ആംപർസെന്റ്, ഏത് വേരിയബിളിന് മെമ്മറി അഡ്രസ് ആണ് വേണ്ടത് അത് കൊടുക്കാം. ഈ സംഭവം ഒന്നും പൈതന്റെ അകത്ത് ഇല്ല. പക്ഷെ പൈതന്റെ അകത്ത് റെഫറൻസ്, ഓരോ വേരിയബിളിന് റെഫറൻസ് ചെയ്യാൻ പറ്റും. അത് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നതും മ്യൂട്ടബിൾ ഡേറ്റ ടൈപ്സിലായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ്, ഡിക്ഷണറി, സെറ്റ്, അതേപോലെ കസ്റ്റം ക്ലാസ്, ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? റെഫറൻസ് യൂസ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പൈതന്റെ അകത്ത് ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്, ഒരു ഐഡിയ കത്താൻ വേണ്ടി. പിന്നെ അവിടെ A ഈക്വൽ ടു ഇതും കൂടി സൂം ചെയ്യാം. പിന്നെ ഞാൻ കൊടുക്കുകയാണ് 1 2 3. എന്നിട്ട് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് B ഈക്വൽ ടു A. എന്നിട്ട് ഞാൻ അവിടെ കൊടുക്കുകയാണ് B.append. ഞാൻ അവിടെ 10 എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രിന്റ് B എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലിസ്റ്റ് കിട്ടും. ഏത് ലിസ്റ്റാണ് കിട്ടുന്നത്? 1 2 3, എയിലുള്ള ലിസ്റ്റ് 1 2 3. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ബീന്റെ അകത്ത് അപ്പൻഡ് ചെയ്യണം. എന്ന് വെച്ചാൽ അവസാനം ഒരു 10 എന്ന വില കൂടി ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടാൻ പോണ റിസൾട്ട് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? 1 2 3, 10 എന്നാണ് കിട്ടാൻ പോകുന്നത്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. എന്റെ ഫയലിന്റെ പേര് list.py ആണ്. അപ്പൊ എന്ത് ചെയ്യണം? പൈതൺ
ലിസ്റ്റ് ഡോട്ട് py. എനിക്ക് എന്ത് കിട്ടി? 1 തൊട്ട് 10 വരെ കിട്ടി. ഓക്കെ. അപ്പൊ നമ്മൾ വിചാരിക്കും, സോറി, ഇനി ഞാൻ പറയുന്നത്, ഞാൻ ഇപ്പൊ പ്രിന്റ് എ കൊടുക്കുകയാണ്. ഞാൻ അവിടെ പ്രിന്റ് എ കൊടുക്കുകയാണ്. പ്രിന്റ് എ കൊടുക്കാൻ നേരത്ത് നോർമലി നമ്മൾ എന്ത് വിചാരിക്കും? ഈ ലിസ്റ്റിനകത്ത് 1, 2, 3 മാത്രമേ ഉള്ളൂ വിചാരിക്കും. പക്ഷെ അല്ല, അതും പ്രിന്റ് ചെയ്യുമ്പോഴും 1, 2, 3, 10 എന്ന് പറഞ്ഞ് കിട്ടും. ഞാൻ വേണമെങ്കിൽ ഇതിനെ ഫോർമാറ്റിംഗ് സ്ട്രിങ് അല്ലെങ്കിൽ ടെംപ്ലേറ്റ് സ്ട്രിങ് ഇട്ട് കാണിച്ചു തരാം. ഇതിനകത്ത് കൊടുക്കുകയാണ് യെസ്. അതേപോലെ ഇവിടെയും കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടി, അല്ലെ? റൺ ചെയ്യുമ്പോൾ കാണിക്കും. അതാ ബിയിലുള്ളത് 1, 2, 3, 10, എയിലുള്ളത് 1, 2, 3, 10. കാരണം ഇവിടെ പറയുകയാണ് ബി എന്നുള്ള വേരിയബിള് എയിലോട്ട് റെഫർ ചെയ്യാണ് ചെയ്യുന്നത്, അല്ലാതെ ഇതിലെ ഈ ലിസ്റ്റ് ഡയറക്റ്റ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യല ചെയ്യണത്. അതാണ് ഞാൻ ബിയിൽ മാറ്റം വരുത്തിയപ്പോഴും ഇവിടെ വന്നത്. കാരണം ഈ എയും ബിയും ഷെയർ ചെയ്യണത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. അങ്ങനെ ഒന്ന് ആലോചിച്ചിരുന്നാൽ മതി. അപ്പൊ എയും ബി ഒരു കോമൺ ആയിട്ടുള്ള മെമ്മറിയാണ് സ്റ്റോർ ചെയ്യണമെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ആ കോമൺ മെമ്മറിയിൽ നമ്മൾ എന്ത് വിലയ്ക്ക് വ്യത്യാസം വരും, അത് ഏതൊക്കെ റെഫർ ചെയ്യും? എയും ബിയിലും മാറും. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മീൻസ് എന്താണ് അവിടെ നടക്കുന്നത്. ഇപ്പൊ സപ്പോസ് ഈ ലിസ്റ്റ് അത് ഏതെങ്കിലും ഒരു മെമ്മറി ആയിക്കോട്ടെ, അസ്യൂം ചെയ്തോ മനസ്സിലാക്കാൻ വേണ്ടി, ഇത് ഏതെങ്കിലും ഒരു മെമ്മറി ആയിക്കോട്ടെ, ലിസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇതിനകത്ത് എന്തുണ്ട്? 1, 2, 3. ഓക്കെ. ഞാൻ 2 വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം, ഒരു എയും ബി. അപ്പൊ ഇത് 2 സെപ്പറേറ്റ് വേരിയബിൾ ആണ്, അല്ലെങ്കിൽ സെപ്പറേറ്റ് മെമ്മറി എന്ന് കൂട്ടിയാലും മതി. ഈ 2 മെമ്മറിയിലും റെഫർ ചെയ്യുന്നത് ഇതിനെയാണ്. അല്ലാതെ എനിക്ക് ഇതേപോലെ അല്ല, ജസ്റ്റ് അസ്യൂം ചെയ്താൽ മതി. അപ്പൊ ഈ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കോമൺ ആണ്. അപ്പൊ ഈ എയും ഒരു കണക്ഷൻ ഉണ്ട്, അതെനിക്ക് ബി ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ബിക്കകത്ത്, അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ബി ആരുമായിട്ട് കണക്ഷൻ ഉണ്ട്, ഈ ലിസ്റ്റുമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ബിന്റെ അകത്ത് ഒരു പുതിയ വില ആഡ് ചെയ്യണമെന്ന് വെച്ചോ, 10, 11 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും? ഈ ലിസ്റ്റ് ആണ് മൊത്തത്തിൽ ആ വാല്യൂ ആഡ് ആവുന്നത്. അപ്പൊ എക്കും ഒരു റെഫറൻസ് ഉണ്ട്, അതെനിക്ക് ബിക്ക് റെഫറൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് മാറ്റം വന്നാൽ പോലും അത് എവിടെ റിഫ്ലക്ട് ചെയ്യും? എയിലും റിഫ്ലക്ട് ചെയ്യും, ബിയിലും റിഫ്ലക്ട് ചെയ്യും. ആ റെഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ പൈതണിൽ ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ് കുഴപ്പിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ സപ്പോസ് ഞാൻ ഇതെല്ലാം കമന്റ് ചെയ്യണം, ചിലപ്പോൾ ചെയ്യാൻ നേരത്തെ ആലോചിക്കും. ഇപ്പൊ ഞാൻ എക്കകത്ത് ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്ത്, എക്കകത്ത് 5ഉം ബി സീക്വൽ എ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് എ ബി സീക്വൽ 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്ക് മാറും. അങ്ങനത്തെ ഒരു ഡൗട്ട് വരാതിരിക്കാം. ഞാൻ അവിടെ കൊടുക്കുന്നത് എ സീക്വൽ 10ഉം ബി സീക്വൽ എ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? എ എന്ന് പറഞ്ഞ മെമ്മറിക്കകത്ത് 10ഉം ബി എന്ന് പറഞ്ഞ മെമ്മറിക്കകത്ത് 10ആണ് വരാനുള്ളത്. പക്ഷേ ഇവിടെ ഞാൻ കൊടുക്കുകയാണ് ബി സീക്വൽ ഞാൻ അവിടെ 5 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. എന്നിട്ട് പ്രിന്റ് ബി, ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്യാണ്, ബി അത് കണക്ക് എ എ. ഇനി ഞാൻ റൺ ചെയ്യും. അതാ ബി സീക്വൽ 5ഉം എ സീക്വൽ 10. ഇവിടെ മാറ്റം വന്നിട്ടില്ല, ആ റെഫറൻസ് വന്നിട്ടില്ല. അപ്പൊ ഇമ്മ്യൂട്ടബിൾ ഡേറ്റ ടൈപ്പിന്റെ അകത്ത് ഈ റെഫറൻസ് വർക്ക് ആവത്തില്ല. ജസ്റ്റ് മ്യൂട്ടബിൾ ഡേറ്റ ടൈപ്പിൽ മാത്രമേ ആ റെഫറൻസ് വർക്ക് ആവത്തുള്ളൂ. അത് ലിസ്റ്റ്, ഡിക്ഷണറി, പിന്നെ നമ്മളെ സെറ്റ്, നോഡ്, കസ്റ്റം നോഡിലൊക്കെ മാത്രമേ ആ റെഫറൻസ് വർക്ക് ആവത്തുള്ളൂ. ഇത് ഇമ്മ്യൂട്ടബിൾ ആണ്. ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ ഇന്റ്, സ്ട്രിങ്, ട്യൂപ്പിള്, അതിലൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ രീതിക്കുള്ള സംഭവം വരത്തില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ ബിക്കകത്ത് ഒരു പുതിയ വില ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ പോയി റിഫ്ലക്ട് ചെയ്യത്തില്ല? എ പോയി റിഫ്ലക്ട് ചെയ്യത്തില്ല. ഓക്കെ. പൈതന്റെ അകത്ത് പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഒരു ഐഡിയ കുറച്ചും കൂടി ട്യൂക്ക് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പൊ നമ്മൾ പൊതുവെ ഹെഡ് നോഡിന്റെ അകത്ത് എന്താണ് ചെയ്യുന്നത്? ആദ്യത്തെ നോഡിന്റെ അഡ്രസ് ആണ് നമ്മൾ കൊണ്ടുവയ്ക്കുന്നത്. പകരം ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെഡ് നോഡിന് ആദ്യത്തെ നോഡ് കൊണ്ട് റീപ്ലേസ് ചെയ്യും. ഇപ്പൊ പൊതുവെ ഹെഡ് നോഡ്, ഇപ്പൊ ഹെഡ് നോഡിനകത്ത് 101 കൊടുക്കുകയാണെങ്കിൽ 101 നോഡിനെ എനിക്ക് റെഫർ ചെയ്യണം. പകരം ഞാൻ ആദ്യമേ എന്ത് ചെയ്യണം? 101 എന്നുള്ള സാധനത്തിന് ഹെഡ് നോഡായിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ നോഡിന്റെ ലിങ്ക് പാർട്ടിൽ അടുത്ത നോഡ് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നത്. ഇവിടെ ഹെഡ് നോഡിന്റെ അകത്ത് നമുക്ക് ഡയറക്റ്റ് ഒരു മെമ്മറി അഡ്രസ് ആഡ് ചെയ്യത്തില്ല. ഞാൻ ഹെഡ് എന്ത് ചെയ്യും? ഫസ്റ്റ് ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്യും, ഒരു എംഡി ഹെഡ് ക്രിയേറ്റ് ചെയ്തിട്ട്, എന്നിട്ട് എന്ത് ചെയ്യും? ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു പുതിയ നോഡിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ റീപ്ലേസ് ചെയ്യുന്ന നോഡായിരിക്കും ആദ്യത്തെ ഹെഡ് നോഡ്. അത് ചെയ്യുമ്പോൾ ഒരു ഐഡിയ കത്തും. ഇവിടെ കോഡ് എഴുതാൻ നേരത്ത് ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. നോഡിന് വേണ്ടി ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ്
പേര് ക്ലാസ് നെയിം നോഡ് എന്ന് കൊടുത്ത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം ഒരു പാസ് കൊടുത്തേക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ അവിടെ കൊടുക്കുകയാണ് സപ്പോസ് എ ഇസ് ഈക്വൽ ടു നോഡ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം ക്ലാസ് നെയിം അതിന്റെ എൻഡിൽ പാരാന്തിസിസ്. ഓക്കെ അപ്പൊ നോഡ് എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടാണ് ഉള്ളത്, ഒരു ഡേറ്റ പാർട്ടും അതേപോലെ എന്ത് ചെയ്യണം ഒരു നെക്സ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ലിങ്ക് പാർട്ടാണ് വേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഈ നോഡിനകത്ത് ഒരു വാല്യൂ പാസ് ചെയ്യണം. ആ വാല്യൂന്റെ പേര് അനശ്വര. ഓക്കെ അപ്പൊ ഇവിടെ ഞാൻ വാല്യൂ ഡയറക്റ്റ് പാസ് ചെയ്യണം. ഒരു കൺസ്ട്രക്ടർ ആണ് ഇവിടെ വരുന്നത്. കൺസ്ട്രക്ടർ വരുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ഇന്നിറ്റ് യൂസ് ചെയ്യുന്നു. ഡെഫ് അണ്ടർസ്കോർ ഇന്നിറ്റ് നമ്മളെ പാരാമീറ്ററിനകത്ത് സെൽഫ് മസ്റ്റ് ആയിട്ട് കൊടുക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് എന്താണ് ഒരു വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാം പാരാമീറ്റർ ആണ് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ അവിടെ ഡേറ്റ എന്ന് പറഞ്ഞു കൊടുക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യണം നോഡിന്റെ ആ രണ്ട് പാർട്ടാണ് ക്രിയേറ്റ് ചെയ്യണം, ഡേറ്റ പാർട്ടും ലിങ്ക് പാർട്ടും. പിന്നെ അവിടെ കൊടുക്കുകയാണ് സെൽഫ് ഡോട്ട് ഡേറ്റ ഈക്വൽ ടു ഈ ഡേറ്റയ്ക്കകത്ത് എന്ത് സ്റ്റോർ ചെയ്യണം ഇവിടെ പാസ് ചെയ്യുന്ന വാല്യൂ അത് ഈ ഡേറ്റയ്ക്ക് അത് പാരാമീറ്ററിനകത്താണ്. ആ പാരാമീറ്റർ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം സെൽഫ് ഡോട്ട് ലിങ്ക് ഈക്വൽ ടു നൺ. ഓക്കെ അപ്പൊ നമ്മളെ ഇതുപോലെ ഇരിക്കും. ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക ഡേറ്റ ലിങ്ക്. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ എ പാസ് ചെയ്യാൻ നേരത്തെ എനിക്ക് എന്താണ് കിട്ടുന്നത് അനശ്വര. ഇവിടെ എന്ത് വരും അനശ്വര എന്ന് പറയും. ലിങ്കിന്റെ അവിടെ നണ്ണെന്നും പറഞ്ഞ പോലെ നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് എ എന്ന് കൊടുക്കാൻ നേരത്തെ അത് വരുന്നത് എന്തായിരിക്കും ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. കാരണം അതിനകത്ത് എന്തുണ്ട് ഡേറ്റയുണ്ട് ലിങ്ക് ഉണ്ട്. ഒരു ക്ലാസ് നിന്ന് ഒരു പ്രോപ്പർട്ടി മെത്തേഡ് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. എനിക്ക് ഡേറ്റയാണ് കാണാം. പിന്നെ എന്ത് ചെയ്യണം ഡോട്ട് ഡേറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അനശ്വര എന്നും പറഞ്ഞ് എനിക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയത്തില്ല. അനശ്വര വന്നിട്ടുണ്ട്. അതിന്റെ ലിങ്ക് പാർട്ട് അറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം വീണ്ടും പ്രിന്റ് എടുക്കുക. എ ഡോട്ട് ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നണ്ണെന്ന് പറഞ്ഞ് കാണിക്കും. ആദ്യത്തെ വാല്യൂ അനശ്വര, രണ്ടാമത്തെ വാല്യൂ നണ്ണായി. ഓക്കെ ഇനി അടുത്ത ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. നോഡിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അടുത്ത നോഡ് ക്രിയേറ്റ് ചെയ്യണം. നോഡ് അതിനകത്ത് ഞാൻ പാസ് ചെയ്യണം അമൽ. ഓക്കെ അപ്പൊ ഇവിടെ എന്ത് ചെയ്യും ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യും. ആ നോഡിന്റെ എന്ത് ചെയ്യും അമല് ഡേറ്റയുടെ അമലും ലിങ്ക് പാർട്ടിന്റെ അവിടെ നണ്ണാക്കുക സെറ്റ് ആകും. ഇപ്പൊ നമ്മളിപ്പോ ലിങ്ക് ലിസ്റ്റ് എന്നൊരു കൺസെപ്റ്റിലോട്ട് വരുന്നത് ലിങ്ക് ലിസ്റ്റ് കൺസെപ്റ്റിലോട്ട് വരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ ആദ്യത്തെ നോഡ് എന്താണ് ആദ്യത്തെ നോഡിന്റെ അകത്ത് അനശ്വര ലിങ്ക് ഇപ്പൊ എന്താണ് നണ്ണും. അത് കണക്ക് അടുത്ത നോഡ് അമല് നണ്ണുമാണ്. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ നോഡിനെ ഞാൻ ഇവിടെ കൊണ്ട് നണ്ണ് റീപ്ലേസ് ചെയ്തിട്ട് ബി ആക്കിയാണ്. അപ്പൊ അനശ്വര എന്ന് പറയുമ്പോ ഏതാണ് എ, അമൽ എന്ന് പറയുമ്പോ ബി. അപ്പൊ ഈ അനശ്വരയുടെ ലിങ്ക് പാർട്ട് എടുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എ ഡോട്ട് ലിങ്ക് എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം ആ ലിങ്കിന്റെ അകത്ത് ആ ലിങ്ക് ഇപ്പൊ ഇനിഷ്യലി എന്താണ് സ്റ്റാർട്ടിങ്ങിൽ നണ്ണാണ് ഒരു വാല്യൂ ഇല്ല. അപ്പൊ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്തിലോട്ട് മാറ്റണം ഏത് നോട്ടിലോട്ട് പാസ് ചെയ്ത് കൊടുക്കണം ബി എന്നുള്ള നോഡ്. ബി എന്നുള്ള നോഡിന്റെ അകത്ത് അമലും നണ്ണും ഇരിക്കുകയാണ്. പിന്നെ അവിടെ ബി എന്നുള്ള കൊടുക്കും. അപ്പൊ എനിക്ക് ഏതാണ്ട് അനശ്വര പോയിന്റ് അമൽ അത് അവിടെ മറ്റേ നിൽക്കുകയാണ് കാരണം അവിടെ നണ്ണാണ്. അപ്പൊ അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എ ഡോട്ട് ലിങ്ക് ആ ലിങ്ക് പാർട്ടിലാണ് ഞാൻ എന്ത് പ്ലേസ് ചെയ്യാറുള്ള ബി പ്ലേസ് ചെയ്യാറ്. ഇനി നമുക്ക് എന്ത് ചെയ്തതിനെ പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ പ്രിന്റിനകത്ത് ഫസ്റ്റ് എന്ത് ചെയ്യാം ആദ്യത്തെ നോഡിന്റെ വാല്യൂ എ ഡോട്ട് ഹെഡ്. ഓക്കെ അതേപോലെ പ്രിന്റ് ആദ്യത്തെ നോഡിന്റെ ലിങ്ക് പാർട്ട്. അപ്പൊ നേരത്തെ ഞാൻ പ്രിന്റ് ചെയ്തപ്പോ അനശ്വരയും നണ്ണെന്നും പറഞ്ഞ് വന്നേക്കണം. ഞാൻ ഇപ്പൊ പ്രിന്റ് ചെയ്യുമ്പോൾ നോക്കണേ ആദ്യം അനശ്വരന്ന് വന്ന് പക്ഷേ നണ്ണിരിക്കാനുള്ള സ്ഥലത്ത് ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് ആണ് ഇരിക്കുന്നത്. നോഡിന്റെ ഒരു ഒബ്ജക്റ്റ് ആണ് ഇരിക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സക്സസ്ഫുള്ളി എന്ത് ആഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് അമൽ എന്നുള്ള നോഡിന് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വാല്യൂ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം ഒന്നുമില്ല ജസ്റ്റ് ഡോട്ട് ഡേറ്റ നോട്ട് കൊടുത്താൽ മതി. അപ്പൊ എനിക്ക് എന്താ അനശ്വര അമൽ എന്ന് പറഞ്ഞ് കിട്ടും. ഇത് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ അപ്പൊ ഇങ്ങനെയല്ല ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്.
അപ്പൊ അത് ഇനി പ്രോഗ്രാം ചെയ്യാം. ഒരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞതാണ്. നമുക്ക് നേരെ ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് വേണ്ടത് നോഡാണ്. നോഡ് എന്നുള്ള ക്ലാസ്, അതിനകത്ത് എന്ത് ചെയ്യണം, ഇനിറ്റ് മെത്തേഡിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡേറ്റയും ലിങ്കും ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ നോഡിന്റെ അകത്ത് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത നോഡ് 1 ഈക്വൽ ടു നോഡ് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ്, അതിന്റെ അകത്ത് വാല്യൂ പാസ് ചെയ്യണം അനശ്വര. അപ്പൊ എനിക്ക് എന്തായിട്ടുണ്ട്, ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ആദ്യം ക്രിയേറ്റ് ചെയ്ത നോഡ് ഹെഡിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യിപ്പിക്കണം. ഇപ്പൊ ലിങ്ക്ഡ് ലിസ്റ്റ് എങ്ങനെയാണ്, അതിന്റെ അകത്തൊരു ഹെഡ് ഉണ്ട്, പിന്നെ തോനെ നോട്ട്സ് ഉണ്ട്. അവസാന നോഡ് എന്തായിരിക്കണം, അതിന്റെ ലിങ്ക് എം ഡി ആയിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് അതിന് പേര് കൊടുക്കുകയാണ് ലിങ്ക്ഡ് ലിസ്റ്റിന് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോണത്, നമ്മൾ ഇന്നിറ്റിന്റെ അകത്ത് ഇന്നിറ്റ് മെത്തേഡിന്റെ അകത്ത് സെൽഫ് പാരാമീറ്റർ സെൽഫ് ആയിട്ട് കൊടുക്കണം. അതിനകത്ത് സെൽഫ് ഡോട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ് ഹെഡ്. കാരണം ലിങ്ക് ലിസ്റ്റ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെഡിനാണ്. ഹെഡ് ഇസ് ഈക്വൽ ഞാൻ നൺ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ ഇവിടെ ഡയറക്റ്റ് മെമ്മറി കൊടുക്കാൻ പറ്റത്തില്ല, കാരണം പോയിന്റർ ഇല്ല പൈത്തന്റെ അകത്ത്. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്യും. ആ ഹെഡിനെ എം ടി ആക്കി വെച്ചേക്കും. എന്നിട്ട് ഞാൻ നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ നോഡിനെ എന്തുണ്ട്, ഈ ഹെഡിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യണം ചെയ്യിപ്പിക്കണം. ഇപ്പൊ എനിക്ക് സക്സസ്ഫുള്ളി ഇപ്പൊ എന്തുണ്ട്, ഒരു നോഡ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഈ നോഡിനെ എന്ത് ചെയ്യും, ഈ ഹെഡിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ നണ്ണ് മാറിയിട്ട് എന്താവും, ഈ അനശ്വര നോഡാവും. അപ്പൊ അതായിരിക്കും എന്റെ ആദ്യത്തെ നോഡായിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഡെഫ് ഇൻസേർട്ട് എന്നുള്ള വാല്യൂ സെൽഫ് കൊടുക്കണം. സെൽഫ് കൊടുത്താൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ലിങ്ക് ലിസ്റ്റിന്റെ ക്ലാസ്സിനകത്തുള്ള മെത്തേഡും വേരിയബിളും ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഓക്കെ, ഈ ഇൻസേർട്ട് എന്ന മെത്തേഡ് എന്ത് ചെയ്യും, ഒരു നോഡിനെയും കൊണ്ടാണ് വരുന്നത്, ഒരു ഡേറ്റയും കൊണ്ടാണ് വരുന്നത്. ആ ഡേറ്റ എന്തായിരിക്കും, നോഡായിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ നോഡ് എന്ന് പറഞ്ഞ് കൊടുക്കും. ഇഷ്ടമുള്ള വില കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂ നോഡ് എന്ത് വേണമെങ്കിലും കൊടുക്കുക. ഞാൻ നോഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, ആദ്യം ഞാൻ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇവിടെ ഞാൻ കണ്ടീഷൻ കൊടുക്കും, എന്റെ ഹെഡ് നോഡ് എം ഡി ആണോ ഇല്ലയോ നോക്കും. എം ഡി ആണെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ഈ ആദ്യം കൊണ്ടുള്ള നോഡ് ഹെഡിൽ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പിന്റെ അകത്തൊരു കണ്ടീഷൻ ഇട്ട് കൊടുക്കും, എന്റെ ഹെഡ് നോഡ് അല്ലെങ്കിൽ എന്റെ ഹെഡ് എം ഡി ആണോ നോക്കും. എം ഡി ആണെങ്കിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ, ആദ്യം വരുന്ന വാല്യൂ ഹെഡിൽ കൊണ്ട് പാസ് ചെയ്യത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഇഫ് സെൽഫ് ഡോട്ട് ഹെഡ് സെൽഫ് ഡോട്ട് ഈസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഉണ്ട്. ഈസ് എന്ന ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ അതൊരു മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ ആണ്. വാല്യൂ ഉണ്ടോ ഇല്ലയോ നോക്കും. ഉണ്ടെങ്കിൽ ട്രൂ ആയിട്ട് ആക്ട് ചെയ്യും, ഇല്ലെങ്കിൽ ഫാൾസ് ആയിട്ട് ആക്ട് ചെയ്യും. ഞാൻ ഇവിടെ പറയുന്നത് സെൽഫ് ഡോട്ട് ഹെഡ് ഈസ് നൺ ആണോ നോക്കാം. നൺ ആണെങ്കിൽ ഞാൻ എന്ത് പറയണം, സെൽഫ് ഡോട്ട് ഹെഡ് ഈക്വൽ ടു നോഡ്, ഇവിടുത്തെ പാരാമീറ്റർ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഈ ലിങ്ക് ലിസ്റ്റിന് വേണ്ടി എന്ത് ചെയ്യണം, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ആ ഒരു ഒബ്ജക്റ്റിന്റെ പേര് ലിങ്ക് ലിസ്റ്റ്. അപ്പൊ ഇവിടുത്തെ ലിങ്ക് ലിസ്റ്റിന്റെ ആദ്യത്തെ ലെറ്റർ ലോവർ കേസ് ആണ്, ശ്രദ്ധിക്കണം. വേറെ ഏതെങ്കിലും പേര് കൊടുക്കുക നിങ്ങൾക്ക്. എന്നിട്ട് എന്ത് ചെയ്യണം, ഈക്വൽ ടു ഈ ക്ലാസ് നെയിം എടുക്കുക, പാരാന്തസിസ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ലിങ്ക്ഡ് ലിസ്റ്റ് ഡോട്ട് അതിലുള്ള ഒരു മെത്തേഡാണ് ഇൻസേർട്ട്. ഇൻസേർട്ടിനകത്ത് എന്ത് പാസ് ചെയ്യണം, ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ആദ്യത്തെ നോഡ് പാസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുകൊടുക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഈ നോഡ് 1 ഇവിടെ നിന്ന് പാസ് ചെയ്യും. വെച്ചാൽ അനശ്വര എന്നുള്ള നോഡ് ഇപ്പൊ എവിടെ വരും, ഈ ഇൻസേർട്ടിന്റെ അകത്ത് വരും. എന്നിട്ട് നോക്ക് ഹെഡിന്റെ അകത്ത് മീൻസ് ഈ കണ്ടീഷൻ നോക്കും, ആ ഹെഡ് എം ഡി ആണെങ്കിൽ ഇഫിന്റെ അകത്ത് കയറിയിട്ട് ഏത് ഇൻസേർട്ട് ചെയ്യും, നമ്മളെ അനശ്വര എന്ന നോഡ് ഹെഡിന്റെ അകത്ത് ഇൻസേർട്ട് ആവും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ഹെഡ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ശ്രദ്ധിക്കാനുള്ള പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു നോഡ് ഇൻസേർട്ട് ചെയ്യണം. അടുത്ത ഞാൻ നോഡ് 2 ഈക്വൽ ടു വീണ്ടും ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ്, അതിനകത്ത് ഒരു പുതിയ വാല്യൂ പാസ് ചെയ്യാണ് അതുല്യ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഈ അതുല്യ എന്നുള്ള വാല്യൂ എവിടെ പാസ് ചെയ്യണം, ഈ ഹെഡിന്റെ അകത്ത് പാസ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം, ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അകത്ത് ഇൻസേർട്ടിന്റെ അകത്ത് എന്ത് ചെയ്യണം, നോഡ് 2. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഓക്കെ ഇവിടെ ഇരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഈ ഒരു പാർട്ട് ഞാൻ ഫോക്കസ് ചെയ്യാം. അപ്പൊ ഞാൻ അവിടെ നോഡ് പാസ് ചെയ്ത് ഈ നോഡ് എവിടെ പോവുകയാണ്, ഈ അനശ്വര എന്ന വാല്യൂ എവിടെ പോകും, ഈ ഹെഡിനകത്ത് പോയി സ്റ്റോർ ആവും. അപ്പൊ ഹെഡിന്റെ അകത്ത് ഇപ്പൊ ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അനശ്വര അനശ്വര സ്ലാഷ് ഇല്ല, ജസ്റ്റ് അനശ്വര കോമ നണ്ണാണ് ഇരിക്കുന്നത് ലിങ്ക് പാർട്ടിന്റെ.
അപ്പൊ ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിങ്ക് പാർട്ടിനകത്ത് എന്ത് ചെയ്യണം? നോഡ് 2 കൊണ്ട് ആഡ് ചെയ്ത് വെക്കണം. ആൾറെഡി ഹെഡിനകത്ത് എന്ത് ഇരിപ്പുണ്ട്? ഈ അനശ്വര എന്നുള്ള വാല്യൂ ഇരിപ്പുണ്ട്. അപ്പൊ അത് ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെൽഫ് ഡോട്ട് ഹെഡ് ഡോട്ട് ഞാൻ ഡേറ്റ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? അനശ്വര എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എന്താണ് ചെയ്യാനുള്ളത്? ഈ ലിങ്ക് ആണ് ആക്സസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? സെൽഫ് ഡോട്ട് ഹെഡ് ഡോട്ട് ലിങ്ക് ഈക്വൽ ടു നോഡ് 2 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഈ അതുല്യ എന്ന് പറഞ്ഞ നോഡ് എവിടെ ആവും? ഇവിടെ വന്ന് റീപ്ലേസ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നണ്ണ് മാറിയിട്ട് ഇവിടെ എന്താവും? അതുല്യ സ്ലാഷ് നൺ ഇതേപോലെ ആവും. ഓക്കെ. അപ്പൊ രണ്ടാമതൊരു നോഡ് ഇൻസെർട്ട് പാസ് ചെയ്യാൻ നേരത്തെ ഇവിടെ വരും. ഇവിടെ വന്ന് നോക്കും സെൽഫ് ഡോട്ട് ഹെഡ് നൺ ആണോ? അല്ല. റീസൺ എന്താണ്? ആൾറെഡി അനശ്വര നോഡ് സെറ്റ് ആയി. അപ്പൊ എന്ത് ചെയ്യണം? ഇഫ് കേറത്തില്ല. അപ്പൊ നമ്മൾ എൽസിന്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ നമ്മളെ ഹെഡിന്റെ അകത്ത് അനശ്വര കോമ നണ്ണാണ് ഇരിക്കുന്നത് ലിങ്ക് പാർട്ടിന്. അതിന്റെ അകത്ത് ആ ഒരു ലിങ്ക് പാർട്ടിന്റെ അകത്ത് ഏത് പാസ് ചെയ്ത് കൊടുക്കണം? നോഡ് 2. നമ്മൾ ഈ നോഡ് പാസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? സെൽഫ് ഡോട്ട് ഹെഡ് ഡോട്ട് ഹെഡിന്റെ അകത്ത് നമുക്ക് ഡേറ്റയുണ്ട് ലിങ്കും ഉണ്ട്. അപ്പൊ അതിനകത്ത് ഏതാണ് എടുക്കാനുള്ള? ലിങ്ക്. ലിങ്ക് ഈക്വൽ ടു നമ്മളെ ഈ പാരാമീറ്റർ പുതിയ നോഡ് പാസ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പുറത്ത് വന്നിട്ടുണ്ടല്ലോ പ്രിന്റിന്റെ അകത്ത് സെൽഫ് ഡോട്ട് ഹെഡ് എന്ന് പാസ് ചെയ്യാം. എന്നിട്ട് ക്ലിയർ ചെയ്തിട്ട് പൈതൺ ലിസ്റ്റ് ഡോട്ട് py. കണ്ടോ, എനിക്ക് രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒബ്ജക്റ്റ് നമ്മൾ അനശ്വരയും രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഏതാണ്? നമ്മൾ അതുല്യാണ്. അപ്പൊ അതിനൊന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ പ്രിന്റിന്റെ ഇവിടെ ഡോട്ട് ഡേറ്റ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് തവണ അനശ്വര ഒന്ന്. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡിന്റെ അകത്ത് ഇരിക്കുന്ന ആദ്യത്തെ വാല്യൂ എന്താണ്? അനശ്വരയാണ്. അതാണ് ഇപ്പൊ രണ്ടു തവണ ഫംഗ്ഷൻ വിളിച്ചപ്പോഴും എന്തോ അനശ്വര. അപ്പൊ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെമ്പ് എന്നുള്ള വാല്യൂ എടുക്കുക. അതിന്റെ അകത്ത് എന്ത് ചെയ്യുക? ഹെഡ് സ്റ്റോർ ചെയ്യുക. സ്റ്റോർ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ആദ്യം എന്ത് ചെയ്യണം? ടെമ്പ് ഡോട്ട് ഡേറ്റ. ടെമ്പ് ഡോട്ട് ഡേറ്റ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് അനശ്വര കിട്ടും. ഓക്കെ. അനശ്വരയുടെ അകത്താണ് ലിങ്ക് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ടെമ്പ് ഈക്വൽ ടു ടെമ്പ് ഡോട്ട് ലിങ്ക് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ലിങ്ക് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് ഏത് പാർട്ട് കിട്ടും? അടുത്ത ഒബ്ജക്റ്റ് ഏതാണ്? അതുല്യ ഒരു ഒബ്ജക്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം? പ്രിന്റ് ടെമ്പ് ഡോട്ട് ഡേറ്റ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ. നേരത്തെ വന്ന ഇഷ്യൂ എനിക്ക് മനസ്സിലായി. കാരണം ഇവിടെ രണ്ട് തവണ ഇൻസേർട്ട് കോൾ ചെയ്യണം. ഇൻസേർട്ട് കോൾ ചെയ്തപ്പോ ഈ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എല്ലാം എൽസിന്റെ പുറത്തായതുകൊണ്ടാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക? ആ എൽസിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നോഡിലെ അനശ്വര, രണ്ടാമത്തെ നോഡിലെ അതുല്യ. എന്നുവെച്ചാൽ അനശ്വരയുടെ ലിങ്ക് പാർട്ടിന്റെ അകത്ത് അതുല്യ എന്ന നോഡ് കണക്ട് ആയിട്ടുണ്ട്. ഇതിന് പുറത്തായിട്ടുള്ള മിസ്റ്റേക്ക് ആണ്. കാരണം രണ്ടാമത് കറങ്ങാൻ നേരത്ത് ഇവിടുത്തെ ഈ ഫുൾ ലോജിക്കല് മിസ്റ്റേക്ക് വരും. അതാണ് ഡേറ്റ അവൈലബിൾ അല്ലെന്ന് പറയാറ് വന്ന. ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പൊ എഴുതിയ ഈ കോഡിന്റെ അകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? രണ്ട് വാല്യൂസ് അല്ലെങ്കിൽ രണ്ട് നോഡ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഞാൻ ഒരു മൂന്നാമത് നോഡ് ആഡ് ചെയ്യുന്നെങ്കിൽ അത് ആഡ് ആവത്തില്ല. പകരം മീൻസ് മൂന്നാമത്തെ പ്ലേസിൽ പോയി ആഡ് ആവത്തില്ല. പകരം രണ്ടാമത്തെ പ്ലേസിൽ പിന്നെ അപ്പൊ ഒരു പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ കൊടുത്ത പ്രോഗ്രാമിനകത്ത് പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ നോഡ് 3 അതിന്റെ വാല്യൂ അമല് ഇൻസേർട്ട് ചെയ്യാൻ നേരത്തെ നോഡ് 3 എന്ന് പാസ് ചെയ്തു. ഇതിപ്പോ ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് ഇത് കണ്ടോ? ആദ്യത്തെ അനശ്വര അതുല്യ. ഇത് രണ്ടും പ്ലേസ് ആയത്. ഇപ്പൊ നമ്മളെ നോഡിനകത്ത് ലിങ്ക് ലിസ്റ്റ് അനശ്വര അതുല്യ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അമൽ ആഡ് ചെയ്തപ്പോ അനശ്വര അമൽ എന്ന് പറഞ്ഞാണോ എന്ന് വെച്ചാൽ അതുല്യ റീപ്ലേസ് ആയിട്ട് അവിടെ അമൽ എന്നായിരിക്കും വന്നത്. അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹെഡിന്റെ അകത്ത് ഇരിക്കുന്ന ആദ്യത്തെ വില എന്താണ്? അതുല്യാണ്. അതുല്യ ലിങ്കിന്റെ അകത്താണ് പുതിയ നോഡ് ആഡ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സിമ്പിൾ അല്ല, അതൊന്ന് വരച്ച് കാണിച്ചു തരാം. അതിന്റെ
അപ്പൊ നമ്മൾ ആദ്യം എന്താ ആഡ് ചെയ്ത്? നമ്മളെ ഹെഡ് എന്താണ്? എംപ്റ്റി ആണ്. നമ്മളെ ഹെഡ് എംപ്റ്റി ആണ്. ഈ എംപ്റ്റി ആയ ഹെഡിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു പുതിയ നോഡ് ആഡ് ചെയ്യണേ ചെയ്തത്. അതാണ് ഈ ലൈൻ. നമ്മളെ ഹെഡ് എംപ്റ്റി ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം പുതിയ നോഡ് ഇവിടെ ആഡ് ചെയ്യും. ആ ഒരു നോഡാണ് അനശ്വര. അനശ്വര. അതിന്റെ ലിങ്ക് പാർട്ടും എന്താണ്? നൺ ആണ്. ഓക്കെ. എന്നിട്ട് ഞാൻ ഒരു പുതിയൊരു നോഡ് ആഡ് ചെയ്യണം. ആ നോഡാണ് അതുല്യ. അപ്പൊ അതുല്യ ആഡ് ചെയ്യാൻ നേരത്ത് ഈ ഇഫ് വർക്ക് ആവത്തില്ല. കാരണം നമ്മളെ ഹെഡ് ഇപ്പൊ എംപ്റ്റി അല്ല. വാല്യൂ ഉണ്ട്. അപ്പൊ നേരെ എവിടെ പോകും? എൽസിന്റെ അകത്ത് പോകും. എൽസിന്റെ അകത്ത് നമ്മളെ ഹെഡിന്റെ അകത്തിരിക്കുന്ന വില എന്താണ്? അനശ്വര നൺ ആണ്. ഹെഡിന്റെ അകത്തിരിക്കുന്ന ഡേറ്റ ടൈപ്പിന്റെ അകത്ത് ഇരിക്കുന്നത് അനശ്വരയും ലിങ്കിന്റെ അകത്ത് ഇരിക്കുന്നത് നണ്ണും ആണ്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം? ഈ ലിങ്കിന്റെ അകത്ത് ഈ ലിങ്ക് മാറ്റിയിട്ട് അവിടെ ഒരു പുതിയ നോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ സെറ്റ് ചെയ്ത അതുല്യ എന്ന് പറഞ്ഞ നോഡിനെ സെറ്റ് ചെയ്യും. അതുല്യ സ്ലാഷിന്. അപ്പൊ ഇതുവരെ കറക്റ്റ് ആണ്. പക്ഷെ മൂന്നാമത് ഞാൻ ഒരു പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യാൻ നോക്കി. അമൽ എന്ന് പറഞ്ഞ ഒരു മൂന്നാമതൊരു നോഡ് ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ നോക്കി. ഇൻസേർട്ട് ചെയ്യാൻ നോക്കിയപ്പോ എന്ത് ചെയ്ത്? ഇഫിനകത്ത് കയറത്തില്ല. അപ്പൊ നേരെ എൽസിനകത്ത് പറഞ്ഞു വരും. എൽസിനകത്ത് വരാൻ നേരത്ത് ഇവിടെ സെൽഫ് ഡോട്ട് ഹെഡ്. ഹെഡിനകത്ത് ഇരിക്കുന്ന ആദ്യത്തെ വില എന്തായിരിക്കും? അനശ്വര. അതിന്റെ ലിങ്ക് പാർട്ടിന്റെ അകത്ത് ഇപ്പൊ ആരാണ് ഇരിക്കുന്നത്? അതുല്യ ആണ് ഇരിക്കുന്നത്. പക്ഷേ ലിങ്ക് പാർട്ടിന്റെ അവിടെയാണ് ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞത്? പുതിയ നോഡ് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞു. കാരണം ഹെഡിന്റെ അകത്ത് എപ്പോഴും ഇരിക്കുന്ന വില എന്താണ്? അനശ്വര സ്ലാഷ് അതിലെ ലിങ്ക് ആയിരിക്കും എപ്പോഴും ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഹെഡ് ലിങ്ക് ഈക്വൽ ടു നോഡ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ നേരത്ത് ഈ അമൽ എന്ന് പറഞ്ഞ നോഡ് അതുല്യ എന്ന് പറഞ്ഞ നോഡിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഒന്ന് അറ്റാച്ച് ചെയ്തിരിക്കും. അപ്പൊ എനിക്ക് അവസാനം എൻഡ് റിസൾട്ട് കിട്ടുന്നത് എന്തായിരിക്കും? അനശ്വര അടുത്ത കണക്ഷൻ അമല് നോഡ്. അതാണ് ഇവിടെ വന്നത്. അനശ്വര അമൽ എന്ന് പറഞ്ഞു. ആദ്യം അനശ്വര അതുല്യ എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് ശരി അമൽ ആഡ് ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യും? റീപ്ലേസ് ആണ് വന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എൽസ് പാർട്ടിന്റെ ലോജിക് എന്ത് ചെയ്യണം? റിഫൈൻ ചെയ്യണം. അപ്പൊ അതിനെ റിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാവേഴ്സിൽ എന്ന് പറയുന്ന നേരത്ത് നമ്മളെ നോഡ് എൻഡ് വരെ എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ട്രാവേഴ്സൽ ചെയ്യും. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? ആദ്യം തൊട്ട് അവസാനം വരെയാണ് ട്രാവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നോഡും ഇങ്ങനെ വിസിറ്റ് ചെയ്ത് പോവുക. അതാണ് ട്രാവേഴ്സൽ. അപ്പൊ അതിനുവേണ്ടി ഞാൻ ടെമ്പ് എന്ന വേരിയബിൾ എടുത്തിട്ട് എന്റെ ആദ്യത്തെ ഹെഡ് സ്റ്റോർ ചെയ്യണം. അപ്പൊ നമ്മളുടെ ഹെഡ് ആരാണ് ഇരിക്കുന്നത്? അനശ്വരയാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഒരു വൈൽ ലൂപ്പിന്റെ അകത്ത് വയല് ടെമ്പ് ഉണ്ടെങ്കിൽ വയലിനകത്ത് വയൽ ഡോട്ട് നെക്സ്റ്റിന്റെ അകത്ത് എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ ലൂപ്പിനകത്ത് കയറാൻ പറയും. ഇപ്പൊ നെക്സ്റ്റിന്റെ അകത്ത് എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ ലൂപ്പിനകത്ത് കയറാൻ പറയും. എന്നിട്ട് എന്ത് ചെയ്യും? ടെമ്പ് ഈസ് ഈക്വൽ ടു ടെമ്പ് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയും. ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഞാൻ പ്രിന്റ് കൊടുക്കുകയാണ്. ജസ്റ്റ് എന്ത് ഡേറ്റയാണ് ടെമ്പിന്റെ അകത്ത് ഇരിക്കുന്നത്. എന്നിട്ട് ലൂപ്പിന്റെ വെളിയിറങ്ങിയിട്ട് ടെമ്പ് ഡോട്ട് നെക്സ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡ്. ഓക്കെ. ഇപ്പൊ ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളെ ഹെഡ് എംപ്റ്റി ആണ്. അതിന്റെ അകത്ത് ഒരു നോഡ് ആഡ് ചെയ്ത് ആ നോഡ് എന്താണ്? അനശ്വര സ്ലാഷ് ലിങ്കിന്റെ അവിടെ നണ്ണാണ്. രണ്ടാമതൊരു പുതിയ നോഡ് ആഡ് ചെയ്ത് ആ നോഡിന്റെ പേര് എന്താണ്? അതുല്യാണ്. അപ്പൊ അത് വരാൻ നേരത്ത് ഇഫിന്റെ അകത്ത് കയറത്തില്ല. കാരണം ഹെഡ് എംപ്റ്റി ഇല്ല. അപ്പൊ നേരെ എവിടെ പോകും? എൽസിനകത്ത് പോകും. എൽസിനകത്ത് പോകാൻ നേരത്ത് എന്ത് ചെയ്യും? നമ്മളൊരു പുതിയൊരു വേരിയബിൾ എടുക്കുകയാണ്. ആ വേരിയബിളിനകത്ത് എന്ത് സ്റ്റോർ ചെയ്യാണ്? നമ്മളെ ഹെഡിലുള്ള വില സ്റ്റോർ ചെയ്യണം. ഹെഡ് നോഡ് സ്റ്റോർ ചെയ്യണം. എന്നിട്ട് വയലിനകത്ത് ടെമ്പ് ഡോട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇപ്പൊ ടെമ്പ് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന നേരത്ത് ഇത് ടെമ്പ് ഡോട്ട് നെക്സ്റ്റ് അല്ല, ഇവിടെ ലിങ്ക് ആണ് കൊടുക്കാനുള്ളത് കേട്ടാ. ഇവിടെയും ലിങ്ക്, ഇവിടെയും ലിങ്ക്, ഇവിടെയും ലിങ്ക്. കാരണം ഞാൻ നോഡ് ഡിഫൈൻ ചെയ്തപ്പോ സെൽഫ് ഡോട്ട് ഡേറ്റയും സെൽഫ് ഡോട്ട് ലിങ്ക് ആണ് കൊടുത്തത്. മാറിപ്പോയി. ഇവിടെ ടെമ്പ് ഡോട്ട് ലിങ്ക് ആണ് കൊടുക്കാനുള്ളത്. അപ്പൊ ടെമ്പ് ഡോട്ട് ലിങ്ക് എന്ന് പറയാൻ നേരത്ത് ഇത് നണ്ണാവുമ്പോ എന്ത് ചെയ്യത്തില്ല? ഈ ലൂപ്പിന്റെ അകത്ത് കയറത്തില്ല. പകരം എവിടെ പോകും? ലൂപ്പിന്റെ വെളിയിൽ വന്നിട്ട് ടെമ്പ് ഡോട്ട് ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം അതിന്റെ അകത്ത് ഏതുകൊണ്ട് റീപ്ലേസ് ചെയ്യും? അതുല്യ എന്ന് പറഞ്ഞ നോഡിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ. എന്നിട്ട് അടുത്ത വാല്യൂ അമൽ എന്ന് പറഞ്ഞ നോഡ് ആഡ് ചെയ്യും. നോഡ് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ പോയാലും ഇഫിന്റെ അകത്ത് കയറത്തില്ല. നേരെ എവിടെ എന്ത് വരും? എൽസിനകത്ത് വരും. എൽസിന്റെ അകത്തും തുടക്കം ഇരിക്കുന്ന എന്താണ്? ഹെഡ് ആണ്. ഓക്കെ. ഹെഡിന്റെ അകത്ത് എന്ത് ചെയ്യും? ഹെഡിന്റെ ഡീറ്റെയിൽസ് അനശ്വര
ഇത്രയും ഡീറ്റെയിൽസ് അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ടെമ്പിന്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നേരെ വയലിനകത്ത് കയറിയാണ് ടെമ്പ് ഡോട്ട് ലിങ്ക്. അപ്പൊ ലിങ്ക് ഈ പാർട്ടിന്റെ ആള് രണ്ടാമത് കറങ്ങാൻ നല്ലത്. ആ മീൻസ് അമൽ ആഡ് ചെയ്യാൻ നേരത്ത് ലിങ്കിന്റെ അവിടെ നണ്ണല്ല. പകരം അവിടെ എന്ത് വേല ഇരിക്കുകയാണ്? അതുല്യ നണ്ണ് വേല ഇരിപ്പുണ്ട്. അപ്പൊ നണ്ണല്ലാത്തതുകൊണ്ട് എവിടെ പോകും? വൈൽ ലൂപ്പിന്റെ കയറിയിട്ട് ടെമ്പ് ഈസ് ഈക്വൽ ടു ടെമ്പ് ഡോട്ട് നെക്സ്റ്റ്. അപ്പൊ ടെമ്പ് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അനശ്വരയാണ് ആദ്യത്തെ. അനശ്വരേര ലിങ്കിന്റെ അകത്ത് ഇരിക്കുന്നത് നെക്സ്റ്റ് അല്ല ലിങ്കിന്റെ അകത്തിരിക്കുന്ന വില ഏതവിടെ പോയി സ്റ്റോർ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ടെമ്മിന്റെ അകത്തിരിക്കുന്ന വില ഏതായിരിക്കും? അതുല്യ സ്ലാഷ് നോഡാണ്. എന്നിട്ട് എന്ത് പ്രിന്റ് ചെയ്ത് കാണിക്കും? അതുല്യ എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും. എന്നിട്ട് വീണ്ടും ലൂപ്പ് കറങ്ങും. വീണ്ടും ലൂപ്പ് കറങ്ങാൻ നേരത്ത് ഇപ്പൊ ടെമ്പിന്റെ അകത്ത് ഇരിക്കുന്ന നോഡ് അതുല്യ സ്ലാഷ് നോഡാണ്. ടെമ്പ് ഡോട്ട് ലിങ്ക് നോക്കും. അതെന്താണ്? നണ്ണാണ്. നണ്ണായത് കൊണ്ട് എന്ത് ചെയ്യും? ലൂപ്പിൽ നിന്ന് വെളിയിറങ്ങിയിട്ട് നമ്മളെ ടെമ്പ് ഡോട്ട് ലിങ്കിന്റെ അകത്ത് അതുല്യരെ ഈ നോഡ് പാർട്ടിന്റെ അകത്ത് പുതിയ നോഡ് അമൽ എന്ന് പറഞ്ഞ നോഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഈ സൈക്കിള് കറങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ബുക്ക് എടുത്തിട്ട് വരച്ച് വരച്ച് നോക്കി 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 പോയാൽ കിട്ടിക്കോളാം. ഞാൻ വേരിയബിൾ നെയിം പറഞ്ഞൊന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. അപ്പൊ നമുക്ക് ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് മാറ്റിയില്ല. കാരണം നമ്മൾ നോഡ് ക്രിയേറ്റ് ചെയ്തപ്പോ സെൽഫ് ഡോട്ട് ലിങ്ക് എന്നാണ് കൊടുത്തത്. അപ്പൊ ഇവിടെ ലിങ്ക് എന്ന് കൊടുത്തു. നമുക്ക് റൺ ചെയ്ത് നോക്കാം. കാരണം അതുല്യ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു മൂന്നാമത് അല്ലെങ്കിൽ നാലാമതൊരു പുതിയ വില ആഡ് ചെയ്യുന്നെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? അമൽ എന്ന് പറഞ്ഞ അവിടെ 4 അവിടെ ഞാൻ അമല എന്ന് പറഞ്ഞ കൊടുക്കും. അതുല്യ അമല് രണ്ടും അതുല്യ പ്രിന്റ് ചെയ്യണം നോക്കണ്ട. അതുല്യ അമല്. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്ത് ഇൻസേർട്ട് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പൊ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഇത് നമുക്ക് ഇവിടുന്ന് ഈ പ്രിന്റ് എടുത്ത് കളയാം. ഞാൻ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഡെഫ് ഡിസ്പ്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം? സെൽഫ് പാസ് ചെയ്യാണ്. കാരണം എനിക്ക് ഹെഡ് ആക്സസ് ചെയ്യാൻ വേണ്ടി. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. വേരിയബിൾ ടെമ്പ് ഈക്വൽ ടു ടെമ്പ് അല്ല സെൽഫ് ഡോട്ട് ഹെഡ്. ആദ്യത്തെ ഹെഡ് ഇവിടെ വരാൻ നേരത്ത് നമ്മൾ കോഡ് വരാൻ നേരത്ത് അനശ്വര ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് മൊത്തത്തിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പൊ അതിനുവേണ്ടി വൈല് ടെമ്പ് എന്ന് കൊടുക്കുക. എന്നിട്ട് പ്രിന്റ് ടെമ്പിലുള്ള ഡേറ്റ പ്രിന്റ് ചെയ്യണം. ടെമ്പ് ഡോട്ട് ഡേറ്റ ഇത് കൊടുക്കാൻ നേരത്ത് ആദ്യത്തെ വില എന്താ വരും? അനശ്വര എന്ന് പറയും. പിന്നെ കുറച്ച് ഭംഗിക്ക് വേണ്ടി എൻഡിന്റെ അകത്ത് ഒരു മൈനസ് ആരോ സ്പേസ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഞാൻ ഇതിപ്പോ റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കൺസോളിനകത്ത് അനശ്വര എന്ന് മാത്രം പ്രിന്റ് ചെയ്ത് കാണിക്കത്തുള്ളൂ. റൺ ചെയ്ത് കാണിച്ചില്ല. റൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ താഴെ വിളിക്കണം. അപ്പൊ ലിങ്ക്ഡ് ലിസ്റ്റ് ഡോട്ട് ഡിസ്പ്ലേ. ഇപ്പൊ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ അനശ്വര എന്നും പറഞ്ഞ് ഒരു ഇൻഫിനിറ്റി എന്നും പറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം ഞാൻ അവിടെ എന്ത് ചെയ്തിട്ടില്ല? എന്റെ വൈൽ ലൂപ്പിന്റെ അകത്ത് ടെമ്പ് അപ്ഡേറ്റ് ചെയ്യുന്നില്ല. കാരണം ടെമ്പിന്റെ അകത്ത് ഇപ്പൊ എന്താണ്? ട്രൂ ആണ്, വില ഉണ്ട്. എപ്പോഴും സെൽഫ് ഡോട്ട് ഹെഡ് എന്താണ്? അനശ്വരയാണ്. ആ വില മാറുന്നില്ല. ഈ ടെമ്പ് എപ്പോ നണ്ണാവോ അപ്പോഴേ ലൂപ്പ് നിൽക്കാവോ. ആ ഒരു അപ്ഡേഷൻ എഴുതി കൊടുക്കാവോ. ഇപ്പൊ ടെമ്പ് ഇപ്പൊ അപ്ഡേറ്റ് ആവുന്നില്ല. ടെമ്പിന്റെ വില എപ്പോഴും എന്താണ് ഇരിക്കുന്നത്? അനശ്വരയാണ്. അതാണ് എപ്പോഴും ഈ ലൂപ്പ് കൊടുത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് സ്റ്റോപ്പ് ചെയ്യുക, ക്ലിയർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ടെമ്പിനെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ ആദ്യത്തെ അനശ്വര പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അനശ്വര ഒരു നോഡിന് എത്ര പാർട്ട് ഉണ്ട്? ഡേറ്റയും ഉണ്ട്, ലിങ്ക് ഉണ്ട്. അപ്പൊ ലിങ്ക് പാർട്ടിലാണ് അടുത്ത നോഡിന്റെ ഇൻഫർമേഷൻ. അപ്പൊ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ടെമ്പ് ഈക്വൽ ടു ടെമ്പ് ഡോട്ട് ലിങ്ക്. അപ്പൊ അനശ്വരയുടെ ലിങ്കിന്റെ അകത്ത് അടുത്ത നോഡാണ് ഇരിക്കുന്നത്. അതാരാണ്? അതുല്യ. അപ്പൊ അതുല്യ ഡീറ്റെയിൽ എവിടെ പോകും? ടെമ്പിന്റെ അകത്ത്. വീണ്ടും ടെമ്പ് ട്രൂ ആവും. അപ്പൊ അനശ്വര അതുല്യ എന്ന് പ്രിന്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും വരാൻ നേരത്ത് ടെമ്പ് ഡോട്ട് ലിങ്ക് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുല്യയുടെ ലിങ്ക് പാർട്ടിന്റെ അകത്ത് ആരിയിരിക്കുകയാണ്? അമൽ ഇരിക്കും. അപ്പൊ അമലിന്റെ നോഡ് എവിടെ പോകും? ടെമ്പിന്റെ അകത്ത് പോകും. ടെമ്പ് ഉണ്ട്, ലൂപ്പിന്റെ അകത്ത് കയറി അനശ്വര അതുല്യ അമല് വീണ്ടും കറങ്ങും. അമലിന്റെ ലിങ്ക് പാർട്ടിന്റെ അകത്ത് ആരുണ്ട്? അമല ഉണ്ട്. ആ നോഡ് ടെമ്പിന്റെ അകത്ത് പോകും. ടെമ്പ് ഉണ്ട്, ലൂപ്പ് പ്രിന്റ് ചെയ്ത് അനശ്വര അതുല്യ അമല് അമല. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം? അമലയുടെ ലിങ്ക് പാർട്ട് നണ്ണാണ്. അപ്പൊ അമല എന്നുള്ള നോഡ് ടെമ്പിൽ പോവും. ടെമ്പ് നണ്ണാണ്, ലൂപ്പിന്റെ അകത്ത് കയറത്തില്ല. ഇനി പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൺ ചെയ്യുമ്പോൾ അതാ അനശ്വര അതുല്യ അമൽ അമല. കുറച്ച് ഭംഗിക്ക് വേണ്ടി ലൂപ്പിന്റെ പുറത്ത് വന്നിട്ട് പ്രിന്റ് നണ്ണെന്ന് പറഞ്ഞു കൊടുക്കുക.
നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് കിട്ടി. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്. ഓക്കെ, പിന്നെ ശരി.